അമരത്വം നേടുന്നതിനായി ദേവാസുരന്മാർ ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്ന അമൃതകുംഭം ധന്വന്തരിയുടെ കയ്യിൽ നിന്നും അസുരന്മാർ തട്ടിയെടുത്ത് കടന്നുകളഞ്ഞു. അമൃതം നഷ്ടപ്പെട്ടതോടെ ദേവന്മാർ പരുങ്ങലിലായി. അമൃതകുംഭം വീണ്ടെടുക്കുന്നതിനുള്ള വഴികൾ അവർ ആലോചിച്ചു. ചതിയിലൂടെ നഷ്ടപ്പെട്ടത് ചതിയിലൂടെ തന്നെ തിരിച്ചെടുക്കണമെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടത്. അതനുസരിച്ച് മഹാവിഷ്ണു മോഹിനി എന്ന അതിസുന്ദരിയായ ഒരു ദേവകന്യകയായി വേഷം മാറി. അവൾ ലജ്ജാവിവശയായി അസുരവേദിയിലെത്തി. ആ സൗന്ദര്യധാമത്തെ കണ്ടപ്പോൾ അസുരന്മാർ ഒന്ന് അന്താളിച്ചു. ഒടുവിൽ അവൾ ആരാണെന്നും അവളുടെ വരവിൻ്റെ ഉദ്ദേശം എന്തെന്നും അവർ അന്വേഷിച്ചു. മോഹിനി നമ്രമുഖിയായി ഉത്തരം പറഞ്ഞു. ഞാൻ ധന്വന്തരിയുടെ കൊച്ചനുജത്തിയാണ്. പാലാഴിയിൽ നിന്ന് കരയ്ക്ക് കയറിയപ്പോഴേക്കും അസുരന്മാരും ദേവന്മാരുമെല്ലാം പോയി കഴിഞ്ഞു. അതിനാൽ അനാഥയായ ഞാൻ എനിക്ക് അനുരൂപനായ ഒരു വരനെ തിരഞ്ഞിറങ്ങിയതാണ്. ഇത്ര സുന്ദരിയായ ഒരു കന്യകയെ വിവാഹം കഴിക്കാൻ അവസരം വന്നിരിക്കുകയാണല്ലോ എന്നോർത്ത് അസുരന്മാർ ഓരോരുത്തരും സന്തോഷിച്ചു. ഇവളെ കൊണ്ട് തന്നെ അമൃതം വിളമ്പി കഴിക്കണമെന്നും അവർ നിശ്ചയിച്ചു. അമൃതപാനത്തിന് ശേഷം അവരിൽ ഒരാളെ അവൾ വിവാഹം കഴിക്കണമെന്നും അവർ പറഞ്ഞു. മോഹിനി സമ്മതിച്ചു. അവൾ പറഞ്ഞു, എല്ലാവരും കണ്ണടച്ചിരുന്നാൽ ഞാൻ അമൃത വിളമ്പിത്തരാം. ഒടുവിൽ കണ്ണു തുറക്കുന്നയാളെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യാം. അതനുസരിച്ച് അസുരന്മാർ കണ്ണടച്ച് അമൃതപാനത്തിനായി കാത്തിരുന്നു. ഈ തക്കത്തിന് മോഹിനി അമൃത കലശവും എടുത്തുകൊണ്ട് ദേവലോകത്തേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും അമൃത വിളമ്പി കിട്ടാതെ വന്നപ്പോൾ അസുരന്മാർ ഓരോരുത്തരായി കണ്ണു തുറന്നു തുടങ്ങി. അവർ തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി അത്യന്തം വിഷണ്ണരായി. അവർ ഉടൻ തന്നെ മോഹിനിയെ പിന്തുടർന്ന് ദേവലോകത്തെത്തി. അവിടെ ഗോപുരവാതിൽക്കൽ സൂര്യചന്ദ്രന്മാർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അസുരന്മാർ എന്തു ചെയ്യണമെന്ന് കൂടി ആലോചിച്ചു. ഒടുവിൽ രാഹുവിനെ വേഷപ്രച്ഛന്നനാക്കി ദേവസഭയിലേക്ക് അയച്ചു. അമൃത വിളമ്പുന്ന വേളയിൽ രാഹുവും ഒരൽപ്പം അകത്താക്കി. എന്നാൽ ആ നിമിഷം തന്നെ അയാൾ പിടിക്കപ്പെട്ടു. വിഷ്ണു ചക്രായുധം കൊണ്ട് രാഹുവിൻ്റെ കഴുത്ത് വെട്ടിമുറിച്ചു. തന്നെ കാട്ടിക്കൊടുത്ത സൂര്യചന്ദ്രന്മാരോട് രാഹു ഇന്നും പ്രതികാരം ചെയ്യുന്നു. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഇപ്രകാരം സൂര്യചന്ദ്രന്മാരെ രാഹു വിഴുങ്ങുമ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ഭാഗവതത്തിൽ പറയുന്നു.